പ്രവർത്തനം താറുമാറായ ഇടുക്കി ജില്ലാ ആശുപത്രി. വേണ്ടത്ര തസ്തികകളുടെ അഭാവം മൂലം ചികിത്സയ്ക്കെത്തുന്നവർ ദുരിതത്തിലാവുകയാണ്. 6 വർഷം മുൻപ് ആശുപത്രിക്ക് പുതിയ കെട്ടിടം നിർമ്മിച്ചെങ്കിലും ഇതേവരെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പോലും ലഭിച്ചിട്ടില്ല. ആശുപത്രിയുടെ പ്രവർത്തനങ്ങളെപ്പറ്റി നിരന്തരം പരാതി ഉയർന്നതിനെ തുടർന്നാണ് ഞങ്ങൾ അവിടേക്ക് പോകുന്നത്. ആദ്യമെത്തി രോഗികളുടെ വിവരങ്ങൾ തിരക്കി. മരുന്നൊക്കെ പുറത്തേക്ക് എഴുതുക, എല്ലാം പുറത്തുനിന്ന് മേടിച്ച് ഇവിടേക്ക് കൊണ്ട് കൊടുക്കുക. എന്നിട്ട് തുന്നി കൂട്ടാനുള്ള നൂല് വരെ ഇന്നലെ വരെ മേടിച്ചു കൊടുത്തു. 4 മണിയാകുമ്പോൾ എത്തിച്ചേരാമെന്ന് പറഞ്ഞു. 4 മണിയായപ്പോൾ അവിടെ നിന്ന് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മേടിച്ച് കൊണ്ട് കൊടുത്തു. ഒരു സഹായം ഇല്ല ആശുപത്രിയിൽ. 50 ഡോക്ടർ ഉണ്ടെന്നാണ്, ഒരു 10 ഡോക്ടർ പോലും ഇവിടെ സ്ഥലത്തില്ല. നിലവിലുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ വലിയ അവസ്ഥയാണ്. ചീട്ടെടുക്കാൻ പോകുമ്പോഴത്തേന് പറഞ്ഞേ ഇന്ന് ഡോക്ടറില്ല. എന്ത് ചെയ്യും മനുഷ്യനാകെ ആശ്രയമുള്ളത് ഈ ഹോസ്പിറ്റലാണ്. പരിതാപകരമാണ് അവസ്ഥ. ആശുപത്രിയിൽ വേണ്ടത്ര തസ്തികകളില്ല. ഉള്ള തസ്തികകളിൽ ആളില്ല. സ്വന്തമായി ഓക്സിജൻ പ്ലാന്റുള്ള ആശുപത്രിയിൽ പലപ്പോഴും ഓക്സിജൻ സിലിണ്ടറുകൾ കിട്ടാനുമില്ല. ഇന്നലെ ഒരു രോഗി എൻ്റെ അടുത്ത് പറഞ്ഞു, ഓക്സിജൻ കിട്ടാത്തതുകൊണ്ട് പുറത്തുനിന്ന് വാങ്ങുകയാണ് ചെയ്തതെന്ന്. ആ രോഗി പേര് പറയുവാനോ അഡ്രസ്സ് തരുവാനോ തയ്യാറാവില്ല. കാരണം ആ രോഗിക്ക് തുടർ ചികിത്സ കിട്ടാതെ വരുമോ എന്നുള്ള ഒരു ഭയം കൊണ്ട് പലരും പരാതിപ്പെടാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. താളം തെറ്റിയ പ്രവർത്തനത്തെപ്പറ്റി ചോദിക്കുമ്പോൾ ആശുപത്രി സൂപ്രണ്ടിന് പറയാനുള്ളത് നിസ്സംഗമായ മറുപടി. ഒരാൾക്ക് എങ്ങനെ നോക്കിയാലും ഒരു 75-80 ആ റേഞ്ചിലൊക്കെ ഉള്ള പേഷ്യൻറ്റിനെ കാണാൻ പറ്റുള്ളൂ. പിന്നെ അവർക്ക് രാവിലെ റൗണ്ട്സ് എടുക്കാറുണ്ട്. ഇപ്പോൾ സർജറിയാണ്, അവർക്ക് ഡ്രസ്സിങ് അങ്ങനത്തെ കാര്യങ്ങൾ, അങ്ങനത്തെ പല പരിപാടിയൊക്കെ കാണും. അപ്പം അങ്ങനെ കുറേ ഇഷ്യൂ വരുമ്പോഴത്തേക്കും അവരുടെ ചീട്ട് നേരത്തെ തീർന്നു പോകും. അതിപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യം. ശമ്പളം കൊടുക്കണമെങ്കിൽ ഇനിയിപ്പം HMC-ന്ന് ഇങ്ങോട്ട് കടമെടുത്തിട്ട് വേണം കാസ്പിൻ്റെ സ്റ്റാഫിന് സാലറി കൊടുക്കാനായിട്ട്. അപ്പോൾ അത് നമുക്ക് റീകൂപ്പ് ചെയ്ത് കിട്ടുന്നില്ല ശരിക്കും. ആശുപത്രിയുടെ മുറ്റത്തെ തകർന്നു വീഴാറായ പഴയ കെട്ടിടം ഇതേവരെ പൊളിച്ചു മാറ്റിയിട്ടില്ല. 6 വർഷം മുമ്പ് പണിത പുതിയ കെട്ടിടത്തിന് ഇനിയും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുമില്ല. ആശുപത്രി പ്രവർത്തനങ്ങളുടെ താളം തെറ്റുമ്പോൾ പ്രതിസന്ധിയിലാകുന്നത് ചികിത്സയ്ക്കെത്തുന്ന സാധാരണക്കാരാണ്. മീഡിയ 1 ഇടുക്കി.